നമസ്കാരം. സിദ്ധാർത്ഥിന്റെ മരണശേഷം നിരവധി ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വന്നതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം നിർത്തണം, ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നൊക്കെ. കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചാൽ എല്ലാം ഭദ്രവും സ്വസ്ഥവുമാകുമോ? അരാഷ്ട്രീയ ക്യാമ്പസുകളിൽ പിടിമുറുക്കാൻ പോകുന്നത് ഈ കാലത്ത് എന്തായിരിക്കും, ആരായിരിക്കും? ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ കണ്ണും കാതും തുറന്നുവെച്ച് സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള തലമുറയായി വളരുന്നതിൽ സംഘടനകൾക്കുള്ള പ്രാധാന്യം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? തിരുത്തേണ്ടത് ആരാണ്, എന്താണ്, എവിടെയാണ്? പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ച 3 അതിഥികളാണ്. സ്വാഗതം ശ്രീ നിസാർ കുന്നംകുളത്തിങ്കൽ, ശ്രീ അനീസ്, ശ്രീ ഷമി TP. ഞാൻ ആദ്യം നിസാറിലേക്കാണ്. ശ്രീ നിസാർ, നമുക്കറിയാം ജനാധിപത്യ ബോധമുള്ള തലമുറകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാകണം എന്നാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം തന്നെ. പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ആരോഗ്യപരമായ രീതിയിലാണോ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്? നമസ്കാരം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകളിൽ ജനാധിപത്യ ബോധം ഉണ്ടാവുക എന്നുള്ള വളരെ നല്ല ക്രിയാത്മകമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ക്യാമ്പസ് രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു ചർച്ച തന്നെ സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ പുറകിലാണ്. കേരളത്തിലെ ക്യാമ്പസുകളെ ജനാധിപത്യത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഏകാധിപത്യപരമായ രീതിയിൽ ക്യാമ്പസുകളെ കോട്ടകളാക്കി മാറ്റി അവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കി ക്യാമ്പസുകളെ ആ രീതിയിൽ ജനാധിപത്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന കൊടിയിൽ പിന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ എഴുതി വെച്ച് എന്നാൽ അതിന് തികച്ചും എതിരായി പ്രവർത്തിക്കുന്ന ഒരു നിലപാടാണ് SFI സ്വീകരിച്ചു പോരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നമുക്കറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ക്യാമ്പസുകളിൽ ഇടിമുറികൾ, ആയുധപ്പുരകളൊക്കെ ഉണ്ടായി. ആ രീതിയിലുള്ള ഒരു ഏകാധിപത്യ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഗ്രാമങ്ങളെ പോലെ കേരളത്തിലെ ക്യാമ്പസുകളെയും മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി SFI പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ജനാധിപത്യം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ള പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതും. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരളം മുഴുവൻ ചർച്ച ചെയ്ത കേരളത്തിലെ അമ്മമാരും കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ വിദ്യാർത്ഥികളും ഒക്കെ വളരെ ഭീതിയോടും വളരെ വേദനയോടുകൂടിയും ചർച്ച ചെയ്ത സിദ്ധാർത്ഥിന്റെ മരണം. അദ്ദേഹം ആ ക്യാമ്പസിലെ ഒരു നല്ല വിദ്യാർത്ഥിയാണ്. അവിടുത്തെ SFIക്കാരുടെ ആ ഒരു സമാന്തരമായ രീതികളോട് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ വീട്ടിലേക്ക് യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തെ അവിടെ ഇപ്പോഴും SFI എന്ന സംഘടനയാണോ ഇല്ലെങ്കിൽ ആ സംഘടനയിൽ ഉണ്ടായിരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണോ യഥാർത്ഥ പ്രതികൾ എന്നുള്ളതിൽ ഇപ്പോഴും തർക്കമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനീസ്, ഇവിടെ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നവർ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, കാലങ്ങളായിട്ട് ഇത് പറയുന്നവർ, ഇത് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക? വേണ്ടേ? കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം, ക്വാളിറ്റിയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉയർന്നു വന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ഫാസിസത്തിന് എതിരെ സംസാരിക്കുന്ന ഒരു തലമുറ നിലനിൽക്കുന്നത് പോലും ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ബേസിലാണ്. നമുക്കറിയാം JNU അടക്കമുള്ള ക്യാമ്പസുകളിൽ ഉത്തരേന്ത്യയിലെ മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ ഫാസിസത്തിനെതിരെയുള്ള ശബ്ദം, അത് ഫാസിസം കൊണ്ടുവരുന്ന ഓരോ നിലപാടുകൾക്കെതിരെയും അവർ വളരെ കൃത്യമായ നിലപാടുകൾ പുലർത്തിപ്പോരുന്നുണ്ട്. അപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ ഫോർമുലയിൽ മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. എന്നാൽ കേരളത്തിലെ ഈ സാഹചര്യം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, കേരളത്തിലെ മാത്രമല്ല ക്യാമ്പസുകളുടെ ഒരു സവിശേഷമായ സാഹചര്യം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ജനാധിപത്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നിടത്തെല്ലാം
വളരെ സമാധാനപരമായി, വളരെ ആസ്വാദകരമായി, വളരെ മനോഹരമായി ക്യാമ്പസ് രാഷ്ട്രീയത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ, മറ്റാശയങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ, അതിനുമപ്പുറത്ത് ഒരു കൊടിയടയാളം പോലും മറ്റ് പാർട്ടികളുടേത് സാധ്യമാക്കാത്ത ക്യാമ്പസുകൾ എന്ന് പറയുന്നത് തീർച്ചയായും അത് ഏകാധിപത്യത്തിന്റെ സ്വരമാണ്, ഫാസിസത്തിന്റെ സ്വരമാണ്. ആ സ്വരത്തിലേക്ക് പോകുന്നിടത്തെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി സ്വാശ്രയ സംവിധാനം കേരളത്തിൽ വളരെ ശക്തമായി നിലവിൽ വന്ന കാലം മുതൽ സ്വാശ്രയ കോളേജുകളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സങ്കല്പം മാത്രമേ നിലവിൽ ഉണ്ടായിട്ടുള്ളൂ. ആ ക്യാമ്പസുകൾക്ക് ഉണ്ടായിട്ടുള്ള അപജയം എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിൽ വലിയ ഒരു ഉദാഹരണമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോ ക്യാമ്പസ് എങ്കിലും ഒരു ഇൻസിഡന്റിന്റെ മുകളിൽ ഇത് വളരെ കൃത്യമായി അപലപിക്കേണ്ടതാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന KMCC അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി, അതിന്റെ പോഷക സംഘടന അടക്കമുള്ള സംഘടനകൾ ഈ ഒരു വിഷയത്തെ വളരെ സജീവമായി എടുക്കുകയും വളരെ SFIയുടെ ഈ നിലപാടിനെതിരെ വളരെ ശക്തമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻസിഡന്റിന്റെ മുകളിൽ ക്യാമ്പസ് രാഷ്ട്രീയം എടുത്തു കളയുക എന്ന് പറയുന്ന ചർച്ചയിലേക്കൊന്നും കേരളത്തിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ ചുറ്റുപാട് പോകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങേയറ്റം പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ ഷബീർ, ഇവിടെ ക്യാമ്പസുകളിലെ രാഷ്ട്രീയം വേണ്ട, അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാലമായിട്ട് പലരും പറയുന്നുണ്ട്. ആരാണ് ഈ പറയുന്ന ആളുകൾ? രാഷ്ട്രീയ ക്യാമ്പസുകളിൽ പിടിമുറുക്കാൻ പോകുന്നത് ഈ കാലത്ത് ആരായിരിക്കും? ധന്യ, പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു സമയം ആണ് ഇപ്പോൾ. തീർച്ചയായും നമുക്കറിയാം, ജനാധിപത്യവും പൗരാവകാശങ്ങളും ഒക്കെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ യുവാക്കൾ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു സമയത്ത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണോ എന്ന ചോദ്യം തന്നെ പരിഹാസ്യമാണ്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് പ്രതിനിധികളും സൂചിപ്പിച്ചത് അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണോ എന്നുള്ള ചർച്ച വരുമ്പോൾ എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അത് നേരെ വരുന്നത് ക്യാമ്പസുകളിൽ SFI വേണോ എന്നുള്ള ചർച്ചയിലാണ് അത് വരുന്നത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ SFIയെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണമാണ് ക്യാമ്പസുകളിൽ SFI ഉയർന്നു നിൽക്കുന്നത്. അതല്ലാതെ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. SFIക്കെതിരെ തീർച്ചയായുമല്ല. പക്ഷെ സൂചിപ്പിക്കുന്നത് SFIയുടെ ഏകാധിപത്യമാണ്, SFI ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. കാരണം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ച തന്നെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ. തീർച്ചയായും ധന്യ, നമുക്കറിയാം ഇപ്പോൾ അതിൽ 18ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അതിലെ ഒന്നാമത്തെ പ്രതി സിൻജോ ജോൺസൺ, രണ്ടാമത്തെ പ്രതി സൗദി റിഷാൽ, മൂന്നാമത്തെ പ്രതി കാശിനാഥൻ, നാലാമത്തെ പ്രതി അജയ് കുമാർ. അങ്ങനെ തുടങ്ങി 18. തീർച്ചയായുമല്ല. സിൻജോ ജോൺസൺ കോൺഗ്രസ് പശ്ചാത്തലമുള്ള KSU അനുഭാവിയായ ഒരാളാണ്. അയാളുടെ രാഷ്ട്രീയം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നുമില്ല. 18ഓളം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായ അമലും കോളേജ് യൂണിയൻ പ്രസിഡന്റായ അരുണും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളായാലും വലതുപക്ഷങ്ങളായാലും ഇപ്പോൾ ചർച്ചകൾ നേരെ തിരിഞ്ഞു വരുന്നത് ഈ സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ച ഈ മർദ്ദനത്തിന്റെ പിറകിൽ SFI ആണ്, SFIയെ നിരോധിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ SFIയെ പിന്തുണയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും അവരുടെ നീതിബോധത്തിനും വേണ്ടി നിലയുറപ്പിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ മറ്റു സംഘടനകൾ അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ വലിയ പിന്തുണയോടെ SFIയെ പിന്തുണയ്ക്കുന്നു, അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ശ്ലാഘിക്കുന്നു. നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും സർവകലാശാലകൾക്കകത്തെ ക്യാമ്പസുകൾ മുഴുവൻ ഭരിക്കുന്നത് SFI ആണ്. വിദ്യാർത്ഥികളുടെ പിന്തുണയില്ലാതെ SFI. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഷബീർ. എന്തുകൊണ്ട് അത്രയധികം ആളുകളെ ആകർഷിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. അതായത് മറ്റൊരു അവറിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഇത്ര പിന്തുണ SFI എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ലഭിക്കുന്നു എന്നുള്ളത്. പല കേസുകൾ ഈ സമീപകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പല ഇലക്ഷൻ സംഭവങ്ങൾ ഉൾപ്പെടെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ SFI പ്രതിസ്ഥാനത്ത് വരുന്ന പല സംഭവങ്ങളുമാണ് കഴിഞ്ഞ ഈ ചെറിയ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ധൈര്യം
ധൈര്യം എന്നുള്ളത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ നിസാർ, താങ്കൾ ദീർഘകാലം കേസിൽ പ്രവർത്തിച്ച ആളാണ്. താങ്കൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടെ താങ്കൾ വന്നിരിക്കുന്ന ആൾ കൂടിയാണ്. അപ്പം ഈ ക്യാമ്പസുകളുടെ രാഷ്ട്രീയം ഒരു വിഭാഗത്തെ മാത്രം, നേരത്തെ പറഞ്ഞതുപോലെ SFIയെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ആരാണോ ഭരിക്കുന്നത് അതിനനുസരിച്ച് ഇവർക്ക് ധൈര്യം കൂടുകയും കുറയുകയും ചെയ്യുന്ന കാലത്ത് കൂടിയാണ് നമ്മളുള്ളത്. അപ്പം ഇവിടെ SFIയെ മാത്രം പ്രതി ചേർക്കുന്നത്, ഈ സിദ്ധാർത്ഥിന്റെ കേസ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് SFI ഇതിലേക്ക് പ്രതിയായെത്തുന്നത്? SFIയിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്യില്ല, ഇല്ലെങ്കിൽ തെറ്റ് ചെയ്യും എന്ന് പറയാൻ സാധിക്കുമോ? ധന്യ, ഈ വിഷയത്തിൽ എന്റെ സുഹൃത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ SFIയെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. കാരണം കേരളം മുഴുവൻ വളരെ വേദനയോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കാൻ നാണമില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ SFI ആണ് കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ക്യാമ്പസിൽ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം ഇതിന് അവിടുത്തെ അധ്യാപക സംഘടനകൾ, ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ പോലീസ് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വായിച്ചാൽ നമ്മളൊരു പ്രവാസ ശബ്ദം എന്ന് പറയുന്ന ഒരു ചർച്ചയിലാണ് ഇത് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് പ്രവാസികളുടെ ഒരു പ്രവാസിയായ ഒരു രക്ഷിതാവിന്റെ ഒരു വേദന എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരുപാട് രക്ഷിതാക്കളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രവാസികളെ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടിലേക്ക് വിദ്യാർത്ഥികളെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞയക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതുപോലുള്ള കാബാലികന്മാർ, നീചന്മാർ അല്ലെങ്കിൽ ഭരിക്കുന്ന ഈ ക്യാമ്പസുകളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുക എന്നുള്ള വലിയ ഭീതിയിലാണ്. അവിടെ ഈ പ്രതികളെ, SFIക്കാരായിട്ടുള്ള ഈ പ്രതികളെ സംരക്ഷിച്ചത് അവിടുത്തെ CPM പ്രാദേശികമായിട്ടുള്ള നേതൃത്വമാണ്. മുൻ MLA പോലും അവിടെ മജിസ്ട്രേറ്റിന്റെ ഈ വിദ്യാർത്ഥികളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ അവിടെ അവരുടെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ പോലീസ് ഇതിന് കൃത്യമായിട്ടുള്ള കൃത്യവിലോപം ഇതിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാസികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ പോലീസിനെ, ആ കുടുംബത്തിലെ അവരുടെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. വെള്ളം കൊടുക്കാതെ 10-100 ആളുകൾ ചേർന്ന് കൂട്ടമർദ്ദനം നടത്തി. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് വളരെ വേദനയോടുകൂടി മാത്രമേ ഓർക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പോലീസ് ഈ വിഷയത്തിൽ, പോലീസിന്റെ നടപടികളിൽ നമുക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും, അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ജബി മേത്തറും, അതുപോലെ KSUവിന്റെ അധ്യക്ഷൻ സേവ്യറും എല്ലാം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്ത് നിരാഹാരം ഇരിക്കുകയാണ്. അപ്പോ ഇതൊരു വലിയ ചർച്ചയാണ്. ഇവിടെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ്. അപ്പോ ഇതിനൊക്കെ അല്ല, അതെന്തുകൊണ്ടാണ് അവര് ഈ പറയുന്ന സാംസ്കാരിക നായകർ മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഒരു വിഭാഗം SFIയെ മാത്രം ലക്ഷ്യമിട്ട് ഇല്ലെങ്കിൽ ഉന്നം വെച്ച് ആക്രമിക്കുന്ന രീതി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിലായതുകൊണ്ടാകില്ലേ ഒരു പക്ഷേ എല്ലാവരും ഇത് തെറ്റ് ചെയ്തു ശിക്ഷ നൽകണം, അതായത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞ് അർഹിക്കുന്ന കനത്ത ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നതല്ലേ ഈ മൗനത്തിന് കാരണം? അല്ല, തീർച്ചയായും ഇതിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് SFI ആണ്. SFI എന്ന് പറയുന്നത് നമുക്കറിയാം ഇടതുപക്ഷ സംഘടന, ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോ തീർച്ചയായും CPM ഇടതുപക്ഷത്തുള്ള ആളുകളാണ് ഇത് പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. നമുക്കറിയാം ഇതിനെ ന്യായീകരിക്കാൻ, ഇതിനെ ഏത് ഫേസിലാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇപ്പോ കേരളത്തില് നമുക്ക് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടന്നപ്പോ അതിൽ പ്രതിഷേധിച്ച, വളരെ ന്യായമായ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി കൊണ്ട് ഇവിടെ തല പൊളിക്കുന്നത് ഇവിടുത്തെ DYFIക്കാരാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഈ ഒരു കേരളത്തിൽ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ മക്കളെ ഈ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് വലിയൊരു വേദനയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഈ വിഷയത്തിൽ CBI
അന്വേഷണം ആവശ്യപ്പെടുകയാണ് IYC ഇന്റർനാഷണൽ. ശരി. നിസാറി, അനീസ്, ഇവിടെ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട്. മറ്റ് പല രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനെ ഇത്തരം ഒരു എക്സ്ട്രീം വളരെ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്നത് ചിന്തിക്കുന്നതിനേക്കാൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെ എങ്ങനെ ഈ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ SFIക്കെതിരെ ഉപയോഗിക്കാം എന്ന് കരുതുന്നവർ നമുക്കിടയിൽ തന്നെയില്ലേ? അല്ല, SFIക്കെതിരെ ഇത് അല്ല. SFI ഷമീർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് ഷമീർ പറഞ്ഞു. ഈ ചർച്ചയിൽ ഹെഡിങ് ഇങ്ങനെയല്ല വേണ്ടത് എന്നതാണ് ഷമീർ പറയാതെ പറഞ്ഞത്. SFI വേണോ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ എന്നത് തന്നെയാണ് ചോദ്യം. എന്ത് സംശയം അതിലുള്ളത്? ഫാസിസ്റ്റ് രീതിയിൽ തന്നെയല്ലേ ഇപ്പോ അഭിമന്യു മരണപ്പെട്ട സമയത്ത് നമ്മളെല്ലാവരും കേരള ജനത മുഴുവൻ വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടിയല്ലേ നമ്മൾ അഭിമന്യുവിന്റെ മരണം നോക്കിക്കണ്ടത്. ക്യാമ്പസിന്റെ അവസ്ഥ എന്താ? ആ ക്യാമ്പസ്, അഭിമന്യു മരണപ്പെട്ട അതേ ക്യാമ്പസിൽ 2 വർഷം ഞാൻ വീഡിയോ ഇട്ടു തരാം. MSF ഒരു കൊടി കുത്തുന്ന സമയത്ത് എത്ര ആളുകളാ മഹാരാജാസിൽ MSFന് ഉണ്ടാവുക? വളരെ ചുരുങ്ങിയ ആളുകൾ. അവരൊരു കൊടി കുത്തുന്നതിന് പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന മഹാരാജാസ് പോലുള്ള ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. KSUനും MSFനും സ്വാധീനമുള്ള ക്യാമ്പസുകൾ. മഹാരാജാസ് എങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്നു? അവരുടെ സ്റ്റുഡൻസിന്റെ ബലം കൊണ്ട്, അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അവരുടെ എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്നു? അതുപോലെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ഉള്ള ക്യാമ്പസാണ് മലബാറിൽ ഫറൂഖ് കോളേജ്. MSFന് സമഗ്രാധിപത്യമുള്ള കോളേജാ. അവിടെ ഒരു സീറ്റിലേക്കും മത്സരിക്കേണ്ടെന്ന് MSF പറയുന്നില്ലല്ലോ. അങ്ങനെ എത്ര ക്യാമ്പസുകൾ മലബാറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. എന്നാൽ എന്താണ് SFIക്ക് എവിടെ പിന്തുണ കിട്ടുന്നു എന്നാണ് ഷമീർ പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറയുന്നത്? സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു രാഷ്ട്രീയ കാരണം ഇല്ല എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഇയാളുടെ മരണത്തിന് കാരണക്കാരായി ആരോപിക്കപ്പെടുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള കാര്യം അത് പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് മരണകാരണം ഇല്ലെങ്കിൽ മരിക്കാൻ ഇടയായ സാഹചര്യം എന്നുള്ളതെല്ലാം കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോഴെല്ലാം പ്രാഥമിക അന്വേഷണങ്ങളും നിഗമനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു കൂട്ടായ ആക്രമണം ഒരു സംഘടനയ്ക്കെതിരെ നടത്തുന്നത് ഭാവിയിൽ ഈ ആക്രമിക്കുന്നവർക്ക് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെങ്കിലോ? ധന്യ, ഇതിലൊന്നും നമുക്ക് ഒരു അത്ഭുതം ഇല്ല. കാരണം കണ്ണൂരില് അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന വളരെ സാധുവായ സാധാരണക്കാരനായ ഒരു പ്രവർത്തകനെ ഇതേ സമാനമായ രൂപത്തിൽ വയലേലയിലിട്ട് ചോദ്യം ചെയ്ത് ആൾക്കൂട്ട ആക്രമണം നടത്തി കല്ലെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയ ഒരു സംഘടന TPയിലേക്കൊന്നും പോകുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര കൊലപാതകങ്ങൾ, എത്ര ആക്രമണങ്ങൾ. SFIക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നേതൃത്വത്തെ അവരെ മര്യാദ പഠിപ്പിക്കാനും അവരെ ജനാധിപത്യ രീതിയിലേക്ക് കൊണ്ടുവരാനും ജനാധിപത്യത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുവാനും അങ്ങനെയുള്ള ക്യാമ്പസുകൾ സൃഷ്ടിച്ചെടുക്കാൻ ഇത്ര വലിയ സമഗ്രാധിപത്യം പറയുന്ന SFI കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ ഇതേ ചാനലിന്റെ ചർച്ചയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിന്റെ അവസ്ഥ. MSF ഒരു സീറ്റ് കൂടുതൽ സെനറ്റ് ഇലക്ഷനിൽ ജയിച്ച് നേടിയെടുത്തപ്പോ, വിദ്യാർത്ഥികളുടെ പിന്തുണ കൊണ്ട് ജയിച്ച് നേടിയെടുത്തപ്പോ അതിനെതിരെ നിന്ന ആളുകളാണ് SFI. ഷമീർ, ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. കാരണം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് പ്രതിരോധം തീർക്കേണ്ടതിന് പകരം ആ ആക്രമണത്തിൽ പങ്കുചേർന്നു. അതാണ് ഏറ്റവും മോശമായി SFIക്കെതിരെ കാണുന്ന ഇല്ലെങ്കിൽ പറയപ്പെടുന്ന ആരോപണം. അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് നേരെ ഉയരുന്ന ചോദ്യം, എന്തുകൊണ്ട് SFI അവിടെ? ധന്യ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പശ്ചാത്തലമുള്ളവരാണ്. തീർച്ചയായും ഇങ്ങനെ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ SFIയുടെ വലിയ ഭൂരിപക്ഷ പിന്തുണയുള്ള വിദ്യാർത്ഥി പിന്തുണയുള്ള ഒരു ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. ഇങ്ങനെ ക്യാമ്പസിൽ പഠിച്ചിരുന്ന സമയത്തും അനീസിനെയും നിസാറിനെയും പോലെ പ്രകോപനപരമായി സംസാരിക്കുകയും നമ്മെ അതിലേക്ക് വലിച്ചഴക്കുകയൊക്കെ ചെയ്തിരുന്ന പ്രതിപക്ഷ സംഘടനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരോടൊക്കെ വളരെ അനുതാപത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറാനും ആ സൗഹൃദം പുലർത്താനുമാണ് ഞങ്ങൾ SFIക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഓർമ്മ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അനീസിന്റെയും നിസാറിന്റെയും പ്രകോപനപരമായ ഭാഷയുടെ നിലവാരത്തിലേക്ക് ഞാൻ മാറുന്നില്ല. വളരെ സൗഹാർദ്ദത്തോട് തന്നെ അവരോടുള്ള മറുപടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അനീസ് ഇപ്പോൾ സൂചിപ്പിച്ചു,
ഷുക്കൂറിനെ വെട്ടിക്കൊന്ന കാര്യമാണ് പറയുന്നത്. അനീസിന്റെ ഓർമ്മശക്തി പരിശോധിക്കണം. കാരണം ഷിബിൻ എന്ന് പറയുന്ന 17 വയസ്സുകാരനായ ഒരു യുവാവിനെ MSFകാരും യൂത്ത് ലീഗുകാരും മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ തെളിവുകൾ മായ്ച്ച് തേച്ച് കളഞ്ഞ ഈ അനീസിന്റെ പാർട്ടിക്കാരാണ് ഒരു ഓർമ്മശക്തിയുമില്ലാതെ ഇപ്പോൾ അനീസ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. ധന്യക്കറിയാം, SFI 52 വർഷമായി കേരളത്തിലുണ്ട്. SFIയുടെ കൈകൊണ്ട് അല്ലെങ്കിൽ SFI നേതൃത്വം നൽകിക്കൊണ്ട് ഏതെങ്കിലും ഒരു കൊലപാതകം, ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊല ചെയ്തിട്ടുണ്ടോ എന്ന് ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ലീഗ് പ്രതിനിധിയോടും ഈ കോൺഗ്രസ് പ്രതിനിധിയോടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ 52 വർഷത്തെ SFIയുടെ ചരിത്രത്തിൽ ഒരു വ്യക്തിയെ പോലും SFI കൊല ചെയ്തിട്ടില്ല. എന്നാൽ മറിച്ച് എന്താണ് SFIയുടെ ചരിത്രം? 35ഓളം വരുന്ന യുവാക്കളെ, കൗമാരക്കാരായ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ് എന്റെ മുൻപിലിരിക്കുന്നത്. ധന്യക്കറിയാം, ധീരജ് എന്ന് പറയുന്ന 19 വയസ്സായ ഒരു കൗമാരക്കാരനെ ഹൃദയത്തിലേക്ക് കത്തികുത്തി ഇറക്കിയതിനു ശേഷം വെറും 1.5 ഇഞ്ചല്ലേ ഹൃദയത്തിലേക്ക് കത്തി കയറിയുള്ളൂ എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന മനുഷ്യനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശരി, അവരത് ന്യായീകരിച്ചിട്ടുണ്ട്. പല കൊലപാതകങ്ങളെയും പലരും അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ന്യായീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ SFI പ്രവർത്തകർ ഈ കൊലപാതക സംഘത്തിൽ ഈ പറയുന്ന 18 പ്രതികളിൽ ആളുകൾ SFIയിൽ നിന്നുള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരെ അത് നിങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് എന്തും ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, SFI മാത്രം മാതൃകാപരം എന്ന് പറഞ്ഞുകൊണ്ടൊരു നടപടി എടുത്തുകൊണ്ട് തീർന്നോ? അത് നമ്മൾ 18 പ്രതികളുണ്ട്. 18 പ്രതികളിൽ 2 SFI പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. മാതൃകാപരമായി തന്നെ അവരെ SFIയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ശിക്ഷ, അതായത് ആ സിദ്ധാർത്ഥ എന്ന യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമാണ് ഈ അക്രമമെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ഇന്ത്യൻ ജുഡീഷ്യറി നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ SFIക്കാർക്കും കിട്ടട്ടെ. ആർക്കാണ് പ്രശ്നം? പക്ഷേ 18 പ്രതികളിൽ ഈ 2 പേര് മാത്രമാണ് SFI. പക്ഷേ ഇപ്പോൾ കുറ്റം ചാർത്തുന്നത് SFIയുടെ പേരിലാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ ധന്യ? കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ നൽകുന്ന പിന്തുണയിൽ ഇവർക്ക് വിരളി പൂണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മഹാരാജാസിൽ എന്ത് നടക്കുന്നു എന്നാണ് അനീസ് ചോദിക്കുന്നത്. ഇന്നലെ വാർത്ത ശ്രദ്ധിക്കുന്ന ആളാണ് അനീസെങ്കിൽ അറിയാം. മഹാരാജാസ് കോളേജ് സർവകലാശാല മത്സരത്തിൽ 1ാം സ്ഥാനം നേടി സർഗാത്മകതയിലും കലോത്സവങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ക്യാമ്പസാണ് മഹാരാജാസ് കോളേജ്. SFIയുടെ സുശക്തമായ സംഘടന അവിടെയുണ്ട്. എന്താണ് അനീസിന്റെ പാർട്ടിയുടെ അവസ്ഥ? അവിടെ KSUവും MSFും നമ്മുടെ അഭിമന്യുവിനെ കൊന്ന സംഘടനയും കൂടിച്ചേർന്ന് മത്സരിച്ചിട്ടും വിദ്യാർത്ഥികൾ പുറത്തേക്ക് MSF ലീഗ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേരളമാണ് അനീസ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ മത്സരിക്കാം. ക്യാമ്പസ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് എവിടെയും മത്സരിച്ചിട്ടില്ല. ഏത് ക്യാമ്പസിലാണ് SFI നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവാദം നൽകാത്തത്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തത്? നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അണികളില്ലാത്തതിന് SFI കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? MSFലും KSUവിലും വർക്ക് ചെയ്യാൻ പ്രവർത്തകരെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് SFIയുടെ ദൗത്യമാണ്. ഇവിടെ SFI മാത്രമല്ല, വിദ്യാർത്ഥികൾ ചെയ്യുന്ന പല മോശം കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് അവരെ വീണ്ടും ഇതിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ അവരാദ്യം നന്നാകേണ്ടതില്ലേ? അത് CPM എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരെയുമാണ് പറയുന്നത്. എന്റെ സുഹൃത്ത് ഇവിടെ ഷമീർ പറഞ്ഞത് എനിക്ക് വളരെ കൗതുകരമായി തോന്നി. കാര്യം പിന്നെ ഞങ്ങളൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ ആ സമയത്ത് പിന്നെ SFIയുടെ വളരെ എന്താ പറയാ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനങ്ങളൊക്കെ ഞങ്ങള് അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ പഠിച്ച ക്യാമ്പസുകളിലൊക്കെ ഇത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവിടെ മറ്റുള്ള ആളുകൾ SFIയുടെ ആളുകളുടെ പിന്തുണയിൽ വിരളി പൂണ്ടിട്ടാണ് ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോ ഈ ഒരു വിഷയം നടക്കുമ്പോൾ തന്നെ യാതൊരു ഉളുപ്പില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കും. ഒരാളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അയാളെ മണിക്കൂറുകളോളം ആരെ കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് പറയുന്നത്?
ആരെ കൊന്നു കെട്ടിത്തൂക്കി? അങ്ങനെയല്ല. വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ അങ്ങനെ കൊന്നു കെട്ടിത്തൂക്കിയെന്നും പറയരുത്. വിദ്യാർത്ഥി സംഘടനകൾക്ക് പുറത്തുനിന്നുള്ള പിന്തുണ അവർക്കുണ്ടാകുന്ന ധൈര്യം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും പ്ലാൻ ചെയ്ത് കൊന്ന എത്ര ആളുകളുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അരിയൽ ഷുക്കൂർ, ഷുഹൈബ്, ഇവിടെ കോൺഗ്രസ്സുകാരും കൊന്നിട്ടില്ലല്ലോ അല്ലെ? KSUക്കാരും കൊന്നിട്ടില്ലല്ലോ അല്ലെ? 35ഓളം SFIയുടെ രക്തസാക്ഷികൾ അവര് കത്തി കുത്തി അതിലേക്ക് വീണ് മരിക്കുകയായിരുന്നു അല്ലെ? ആരാണ് കൊലപാതകങ്ങളെ ന്യായീകരിച്ചത്? ഞാനൊരു വാക്കുകൊണ്ട് പോലും ന്യായീകരിച്ചിട്ടില്ല. ആരും ന്യായീകരിച്ചിട്ടില്ല. SFIയുടെ ജനപിന്തുണയിൽ വിരളി പൂണ്ടിട്ടാണ് ആളുകൾ ഇത് പറയുന്നതാണ്. ക്യാമ്പസുകളിൽ SFI വിദ്യാർത്ഥികളുടെ പിന്തുണയോടെയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ പിന്നെ ആളുകളില്ലാത്തത് SFIയുടെ കുറ്റമല്ല. കൊടുക്കേണ്ടതല്ല, ഓരോ സംഘടനകളും അത് നേടിയെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അവിടെ. SFI ഇതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ഇല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും നിയമത്തിന്റെ രംഗത്ത് കൊണ്ടുവരണം. ശരി, നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി ശ്രീ ഷമീർ TP, ശ്രീ അനീസ്, ശ്രീ നിസാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.